ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ 9 ഫസ്റ്റ് വീക്കിലെ ഒരു റിവ്യൂ വ്ളോഗുമായിട്ടാണ്. ഫസ്റ്റ് വീക്കിലെ മൊത്തം കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഈ സീസണിലെ ഫസ്റ്റ് വീക്കിലുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഇംപ്രഷൻസ് എന്തൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങളെ പറ്റി ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ വ്ളോഗാണിത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടൊന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ ബിഗ് ബോസ് തമിഴ് സീസൺ 9, അപ്പം ഈ സീസൺ 20 കണ്ടസ്റ്റൻസിന്റെ വെച്ചിട്ടാണ് തുടങ്ങിയത്. നമ്മുടെ ബിഗ് ബോസ് ഞാൻ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിന്റെ ആ ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വീടിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത്, കഴിഞ്ഞ വർഷത്തെ പോലെ വീടിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗേൾസ് വേഴ്സസ് ബോയ്സ് എന്നായിരുന്നു. പക്ഷെ ഈ വർഷം നമ്മുടെ മലയാളം സീസൺ 6 പോലെ പല റൂംസ് ആയിട്ട് 4 റൂംസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത പോലെ ഇവിടെ ആകെ 2 റൂംസ്. അത് പവർ റൂം പോലൊരു റൂം, അതാണ് ബിഗ് ബോസ് സൂപ്പർ ഡീലക്സ് റൂമും. മറ്റേതെന്ന് പറയുന്നത് ബിഗ് ബോസ് റൂമും, അതായത് ബിഗ് ബോസിന്റെ നോർമൽ ഹൗസും ആണ്. അപ്പം അങ്ങനെ വീടിനെ രണ്ടായിട്ട് പിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂപ്പർ ഡ്യൂലക്സ് ആർക്ക് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർക്ക് അറിയില്ല, ഇവർക്ക് അത് അതിനെ പറ്റിയിട്ട് അറിയില്ല, ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പക്ഷെ അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവർ അതൊന്നും പെർഫോം ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോഴുള്ള ആൾക്കാരെ, ഇപ്പുറത്തെ ഹൗസ് മേറ്റ്സ്, അവരാണ് കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളത്. അവരാണ് വീട്ടിലെ മറ്റു കാര്യങ്ങളും, അവർക്കാണ് ക്യാപ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടായിരുന്ന പോലെ പവർ റൂമിൽ അധികാരമുണ്ട്, അവർക്ക് എല്ലാവിധ ലക്ഷറി സൗകര്യങ്ങളും ഉണ്ട്, അവർക്ക് തോന്നിയ കണക്ക് ലക്ഷറി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാം, അവർക്ക് അവരുടേതായിട്ടുള്ള എന്ത് ചോദിച്ചാലും കിട്ടും, അവർക്ക് എന്ത് ഇഷ്ടമുള്ള ഫുഡാണോ ആ ഫുഡ് വേണം. ബാക്കി മറ്റേ ഹൗസ് മേറ്റ്സ് കിച്ചണിൽ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ സകലമായ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു ഒറ്റ സൗകര്യം മാത്രം രണ്ടുപേർക്കും തുല്യമായിട്ടില്ല, അത് വാട്ടർ ആണ്, വെള്ളമില്ല. അതാണ് ഈ വീക്കിലെ ഫസ്റ്റ് വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് പുറത്തൊരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിലൂടെ വേണം വെള്ളം വരേണ്ടത്. ആ ടാങ്കിലൂടെ വെള്ളം പിടിക്കും. അതൊരു ഒരു സിഗ്നൽ ഇവിടെ സിഗ്നൽ ലൈറ്റും വെച്ചിട്ടുണ്ട്. അത് കറങ്ങുമ്പോൾ ടാങ്കിൽ വെള്ളം വരും. അപ്പൊ 10 സെക്കൻഡിനുള്ളിൽ ടാങ്കിൽ വെള്ളം പിടിച്ചിട്ടില്ലെങ്കിൽ വെള്ളം അവിടെ സ്റ്റോപ്പ് ആവും. ഇതാണ് ഇവരുടെ വീക്ക്ലി ടാസ്ക്. അങ്ങനെ ഇവരെ വെള്ളം പിടിക്കുക. ഇതിന് സൂപ്പർ ഡ്യൂലക്സ് ഹൗസിൽ നിന്ന് ഒരു വാട്ടർ സൂപ്പർവൈസറും അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് നോർമൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരാളും കാണും. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ആഴ്ച നടന്ന കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇനി കണ്ടസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇംപ്രഷൻ തോന്നിയിട്ടില്ല. അത് തുറന്ന് തന്നെ പറയാം. കാരണം ഞാൻ സീസൺ 8 ആണ് ആദ്യമായിട്ട് കാണുന്നത്. സീസൺ 8 കണ്ടസ്റ്റൻസ്, അത് നിന്നതും പോയത് എല്ലാ കണ്ടസ്റ്റൻസും അവരെല്ലാം നല്ല റിയൽ ആയിരുന്നു. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്, അവർ നല്ല റിയൽ ആയിട്ട് അവിടെ ഗെയിം കളിച്ചിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരുടെ ഭാഗത്തും നിറയെ കണ്ടന്റ്സ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ 8 ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആ സീസൺ 8 കണ്ടസ്റ്റൻസ്. എല്ലാവരും നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അത് അവരെ വെച്ച് ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവര് എന്താന്ന് വെച്ചാൽ കോണ്ടന്റിന് വേണ്ടി, അല്ലെങ്കിൽ അവരെന്തോ വലിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. അതായത് ഒരു ഫേക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് പലരുടെ കേസിലും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന, ചിലരൊക്കെ ആണെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് ഓവർലോഡ് ആക്കുന്നു, ചിലരുടെ കോമ്പോ പിടിച്ചു കഴിഞ്ഞു, അതിനെ പറ്റി പറയാം. ആൻഡ് അതുപോലെ തന്നെ ചിലർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു. ചിലരാണെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിലരാണെങ്കിൽ അവരനക്കവും ഇല്ല, അനങ്ങാപ്പാറ കണക്ക് കണ്ണു ഉടച്ചു നിൽക്കുന്നു. ഇവര് ഒന്നും ഒരു ഇതില്ലാത്ത കണ്ടസ്റ്റൻസ്. ഇതിനിടയ്ക്ക് ഒരു കണ്ടസ്റ്റന്റ് വാക്കൗട്ട് വരെ ചെയ്തു. ഒരു കണ്ടസ്റ്റന്റ് ഫ്രൈഡേ വാക്കൗട്ടും ചെയ്തു. നന്ദിനി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ആണ് വാക്കൗട്ട് ചെയ്തത്. ആൻഡ് എവിക്ഷൻ നടന്നിട്ടുണ്ട്. സൺഡേ എപ്പിസോഡ് എവിക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എവിക്ഷനിൽ പ്രവീൺ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്, ആ കണ്ടസ്റ്റന്റ് ആണ് എവിക്റ്റ് ആയി പോയത്. ആൻഡ് ഒരുപാട് പേരൊന്നും ഈ എവിക്ഷൻ ഇല്ലായിരുന്നു. 3-4-5 പേരൊക്കെ എവിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് മെയിൻലി നടന്ന കാര്യങ്ങൾ. പിന്നെ ക്യാപ്റ്റൻസി, ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസിയുടെ പവർ എന്താന്ന് വെച്ചാൽ 15 വീക്കിലും സെയിം ക്യാപ്റ്റൻ ആയിരിക്കും.
അതായത് ഈ ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആരാണ്, അയാൾ തന്നെ 15 വീക്കിലെ ക്യാപ്റ്റൻ പ്ലസ് നോമിനേഷൻ ഫ്രീയും ഉണ്ടായിരിക്കും ഇവർക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഈ ഒരാഴ്ച നടന്നത്. ഇനി കണ്ടസ്റ്റൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, എന്തോ ഒരു ഫേക്ക് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. ലൈക്ക് എന്താണ്, ഇപ്പം ചിലരാണെങ്കിൽ ഭയങ്കര ക്യൂട്ട്നെസ്സും പാവർത്തോ ഒക്കെ ഇട്ട് ഇങ്ങനെ ലോഡ് ചെയ്ത് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. ചിലര് കോംബോ പിടിച്ചു എന്ന് വെച്ചാൽ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പം തുഷാറും ഓറോറ എന്ന് പറഞ്ഞ ബലൂണക്കാന്നാണ് വിളിക്കുന്ന അവരൊരു കോംബോ പിടിക്കുന്നുണ്ട്. ഇതുപോലെ എഫ്ജിയും ആതിര എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ്, ഇവർ രണ്ടുപേരും കൂടെ കോംബോ പിടിക്കുന്നു. ആതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗിലെ ആതിര ഒരു ആക്ട്രസ് ആയിരുന്നു. അവര് കോംബോ പിടിക്കുന്നുണ്ട്. കോംബോ പിടിക്കലൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പോരാനായിട്ട് വാട്ടർമെലൻ സ്റ്റാർ എന്ന് വെറുപ്പിക്കൽ, അതായത് ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ട് പുള്ളി ഒരുമാതിരി സീൻ ക്രിയേറ്റ് ചെയ്ത് ഓരോരോ വെറുപ്പിക്കല്. ഇതും പോരാണ്ട് വിജയ് പാറു ആണെങ്കിൽ അവിടെ കിടന്ന് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം ഇറക്കുകയാണ്. ഇതും പോരാനായിട്ട് ഇനി വേറെ കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇവർക്ക് ഹോസ്റ്റ് ആയിട്ടുള്ള വിജയ് സേതുപതി സാറിനോട് പോലും ഒരു റെസ്പെക്ട് ഇല്ല. വിജയ് സേതുപതിയോട് പോലും റെസ്പെക്ട് ഇല്ലെന്ന് വെച്ചാൽ ഹോസ്റ്റിനോട് ഹോസ്റ്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ പറ്റി പറയുമ്പോൾ ഹോസ്റ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസിനെ പോലെ തന്നെയാണ്. അപ്പൊ റെസ്പെക്ട് ചെയ്യേണ്ട ആളാണ്. ഹോസ്റ്റിനോട് റെസ്പെക്ട് ഇല്ല. അത് വിജയ് സേതുപതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം സൺഡേ നമ്മുടെ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡില് വിജയ് സേതുപതി ഒരു കാര്യം ചോദിച്ചപ്പം പുള്ളി എന്ത് ചെയ്തു, ആതിര എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് എഴുന്നേറ്റ് നിൽക്കാതെ ഇരുന്നുകൊണ്ട് കാലുമേ കാലുവിട്ടാണ് ഇരുന്നത്. എന്നിട്ടാണ് മറുപടി പറഞ്ഞത്. അപ്പം അത് ചോദിച്ചു, എന്തുകൊണ്ട് എണീറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പൊ അങ്ങനെ റെസ്പെക്ട് ഇല്ലായ്മയൊക്കെ ഫീൽ ചെയ്തു. അത് മാത്രമല്ല, വിജയ് സേതുപതിക്ക് വിജയ്സിന് ചില കണ്ടസ്റ്റൻസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു ഇഷ്ടക്കുറവ് ഫീൽ ചെയ്ത പോലെ എനിക്ക് ആ ഒരു എപ്പിസോഡ് കാണുമ്പോൾ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് കമറുദ്ദീനോട് ഒക്കെ അവരെന്തോ എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കമറുദ്ദീനാണെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് അല്ലാതെ വേറെ മറുപടിയാണ് കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കമറുദ്ദീനാണെന്ന് കാണിച്ചത്. പിന്നെ അത് മാത്രമല്ല, ഹൗസ് മേറ്റ്സ് മൊത്തത്തിൽ വിജയ് പാറുവിനെതിരെ നിൽക്കുകയാണ് ഇപ്പോ. എന്ന് വെച്ചാൽ എല്ലാത്തിനും വിജയ് പാറുവിനെതിരെ എഗെയിൻസ്റ്റ് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വാട്ടർമെലൻ സ്റ്റാറിന്, അതായത് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് വാട്ടർമെലൻ സ്റ്റാറിനെ ദിവാകരനെ പൊക്കുമ്പോ നല്ല കയ്യടിയുണ്ട്. അപ്പൊ നല്ല കയ്യടി എന്നപ്പം ഹൗസ് മേറ്റ്സിന് മനസ്സിലായി പുള്ളിക്ക് നല്ല ഫാൻ ബേസ് സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ പിന്നെ ഇവര് മാറ്റി. ഏറ്റവും നല്ല ആള് ദിവാകരായി, ഏറ്റവും മോശം ആള് വിജയ് പാറിന് കയ്യടിയില്ല. അപ്പൊ അതും പറഞ്ഞാൽ വിജയ് പാറ അവിടെ ഇരുന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീക്കെൻഡ് എപ്പിസോഡില്. ആൻഡ് ഇതിനിടയ്ക്ക് വീക്ക്ലി ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ വെള്ളം പിടിക്കുക എന്നുള്ളതാണ് വീക്ക്ലി ടാസ്ക്. അതായത് ഇവർക്ക് വേറെ സൗകര്യം വെള്ളമില്ല, കുടിക്കാനുള്ള വെള്ളം വേറെ കൊടുക്കും, കുളിക്കാനും നനയ്ക്കാനുള്ള വെള്ളം ഈ ടാങ്കിൽ നിന്ന് എടുക്കാം. അപ്പം ഇതുപോലെ ഇവർക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് സൂപ്പർവൈസറോ അസിസ്റ്റന്റ് പോയി കിടന്നുറങ്ങിയൊക്കെ ചെയ്യുമ്പോൾ പല പ്രാവശ്യം വെള്ളം പോയി. അപ്പൊ വെള്ളം പോയതുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങനെ അവിടെ കുറച്ച് നെഗറ്റീവ്സ് അല്ല, അത് ആ ഒരു വീക്ക്ലി ടാസ്ക് പ്രോപ്പർലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആൻഡ് അത് മാത്രമല്ല, ഈ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള തുഷാർ ശരിക്കും സൂപ്പർ ഡ്യൂലെക്സിലായിരുന്നു. അപ്പൊ സൂപ്പർ ഡ്യൂലെക്സിൽ നിന്നും പണിഷ്മെന്റ് കിട്ടിയിട്ടാണ് അതിൽ നിന്ന് ഒരാളെ ഇപ്പുറത്തോട്ട് വിട്ടിട്ട് ഇവിടെ നിന്ന് ഒരാളെ അപ്പുറത്തോട്ട് പോയത്. അങ്ങനെയാണ് തുഷാർ അവിടെ നിന്ന് ഇറങ്ങി നോർമൽ ഹൗസിലോട്ടും ഇവിടുന്ന് വിയാന നേരെ സൂപ്പർ ഡ്യൂലെക്സ് ഹൗസിലോട്ടും പോയത്. അങ്ങനെയാണ് തുഷാർ ക്യാപ്റ്റൻസി. പക്ഷെ ക്യാപ്റ്റൻസി ടാസ്ക് അടിപൊളി ടാസ്ക് ആയിരുന്നു കേട്ടോ. ക്യാപ്റ്റൻസി ടാസ്കിൽ പോലും മലയാളി ടച്ച് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ പറ്റൂല. അതായത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കില് ഒരു ടാസ്ക് എന്ന് പറയുന്നത് പാൽ തിളപ്പിച്ച് പൊക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ കുറെ പേര്, അത് ഈ വീട്ടുകാരും എല്ലാവരും ചെയ്യണം. അതിൽ കുറെ പേര് ചെയ്തതിനു ശേഷം പിന്നീടുണ്ടായിരുന്ന അലക്ക് കമ്പനി ടാസ്ക് ആണ്, തുണി നനയ്ക്കാൻ, ജീൻസ് കഴുകി തുണി നനയ്ക്കാനുള്ള ടാസ്ക് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് 3 പേര് സെലക്ട് ആയിട്ട് നേരെ പോയത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അനീഷ് ചെയ്തില്ലേ, അനീഷിന് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുത്ത ടാസ്ക് ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക്, ഈ നിമിഷം മുതൽ നിങ്ങൾ മിണ്ടാൻ പാടില്ല, ജ്യൂസ് കുടിക്കുക, തലമുട്ടയടിക്കുക ടാസ്കില്ലേ, അതുപോലത്തെ ഒരു ടാസ്ക്. അതായത് ഇതില് വായ് മൂടി കെട്ടി മിണ്ടാൻ പാടില്ല, ഈ സീസൺ മുഴുവൻ മിണ്ടാൻ പാടില്ല, മാസ്ക് ഇട്ടാൽ ഈ സീസൺ മുഴുവൻ മാസ്ക് ഇട്ട് നടക്കേണ്ടി വരും, യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ഇട്ടാൽ ഈ സീസൺ ഫുള്ളും യൂണിഫോം ഇട്ട് നടക്കേണ്ടി വരും. ഇതാണ് ടാസ്ക്.
അപ്പം ഉടനെ തുഷാർ എടുത്ത് വായ്മൂടി കെട്ടി ഫേഷ്യൽ എക്സ്പ്രഷൻസും ആക്ഷൻസും വെച്ചിട്ട് എനിക്ക് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വായ്മൂടി കെട്ടി ഇതിന്റെ എല്ലാത്തിന്റെയും ഇതിന്റെ ജഡ്ജ് എന്ന് പറയുന്നത് സൂപ്പർ ഡീലക്സ് ഹൗസ്മേറ്റ്സ് ആയിരിക്കും. അങ്ങനെ അത് അവര് എന്ത് ചെയ്യാ, അവരാണ് ജഡ്ജ് ചെയ്യുന്നത്. അങ്ങനെ ഈ തുഷാറിനെയാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം സെലക്ട് ചെയ്ത ഫേസ് മാസ്ക് ആണ് മറ്റേ പ്രവീൺ എന്ന് പറഞ്ഞ വേറൊരാളാണ്. പുള്ളി സെലക്ട് ചെയ്തത് ഈ കോട്ടായിരുന്നു, ഓവർ കോട്ടായിരുന്നു, അത് യൂണിഫോം പോലെ. അങ്ങനെയാണ് തുഷാറിനെ സെലക്ട് ചെയ്ത് ക്യാപ്റ്റൻ. പക്ഷെ ക്യാപ്റ്റന് വേണ്ടി സെപ്പറേറ്റ് ഒരു റൂം അവിടെ ഈ നോർമൽ ബിഗ് ബോസ് ഹൗസിനകത്തോണ്ട് ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് റൂം അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് സൂപ്പർ ഡ്യൂലക്സുകളുടെ പവർ എന്ന് പറയുന്നത് പണി വാങ്ങുന്നവരല്ല, പണി കൊടുക്കുന്നവരാണ് സൂപ്പർ ഡ്യൂലക്സ് ഹൗസ്മേറ്റ്സ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ്. പക്ഷെ അത് ഇവർ കൊടുക്കുന്ന പണിയൊന്നും ഇവർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവിടെ വീട്ടിൽ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നന്ദിനി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് വാക്കൗട്ടായി. അവര് മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, വാക്കൗട്ട് ചെയ്തു. ആൻഡ് പ്രവീൺ ഗാന്ധി എന്ന് പറഞ്ഞൊരു ഡയറക്ടറായിട്ട് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. ആ കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയി പോവുകയും ചെയ്തു. അപ്പം ഇത്രയാണ് ഈ ഒരു ആഴ്ച നടന്നത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്ന പണികളൊക്കെ അടിപൊളി പണിയാണ്. പക്ഷെ ബിഗ് ബോസ് അതിലെ ബിഗ് ബോസ് ആണെങ്കിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിലെ ബിഗ് ബോസ് ഭയങ്കര ചില്ലിങ് ആൻഡ് എന്താ പറയാ, അങ്ങനത്തെ ഒരു ബിഗ് ബോസ് ആണ്. ഭയങ്കര ചില്ലിങ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണ്. ഒരു 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 സംസാരിക്കുന്ന ടോൺ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് അതുപോലെ തന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്കുകൾ നല്ല അടിപൊളി പണികളാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഇതിലെ ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ് കൊടുക്കുന്ന നല്ല അടിപൊളി പണികളാണ്. ആൻഡ് ആ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ വീടിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വീട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വീടാണ്. കാണുമ്പോൾ കൊട്ടാരം, വലിയ സ്കൾപ്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള വീടാണെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു വീട് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേറ്റഡാണ്. എനിവേ ഇത്രയും ഇതാണ് ഈ ഫസ്റ്റ് വീക്കിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ് കമന്റ് ചെയ്യുക. നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ എങ്ങനെ ഇവരെ ഗെയിം മാച്ച് ഇവർ ഗെയിം കളിക്കുന്നില്ല. ആക്ച്വലി ഗെയിം കളിക്കാതെ എന്തൊക്കെയോ വേണ്ടി കണ്ടന്റിന് വേണ്ടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നും ഒരു ഗെയിം ഇല്ല ഇവർക്ക്, ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. വീട് രണ്ടായിട്ട് കിടക്കില്ല, അപ്പൊ ഇവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അതായത് പരസ്പര മത്സരം ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. അവരൊറ്റക്കെട്ട് ഇവരൊറ്റക്കെട്ട് ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം മാറ്റിയിട്ട് സൂപ്പർ എന്തായാലും എടുത്ത് കളയാതിരിക്കില്ല. ഒരു 50 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് കളയുമെന്ന് തോന്നുന്നു. അപ്പൊ 50 ദിവസം വരെ ഇത് സഹിക്കണം. അപ്പം എങ്ങനെ പോകുന്നു നമുക്ക് ഇനി ഈ അടുത്ത ആഴ്ച എങ്ങനെ പോകും നമുക്ക് നോക്കാം. അപ്പം ഈ ഒരാഴ്ച നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. കണ്ടസ്റ്റൻസ് ഇനി കുറച്ചുകൂടെ മെച്ചമായിട്ട് ബെറ്റർ ആയിട്ട് ഗെയിം കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കുറേ പേര് ആക്റ്റീവ് ആകാതെ പമ്മി ഇരിപ്പുണ്ട്. ചിലർ ആക്റ്റീവ് ആകുന്നു എന്നും പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട്. ചിലർ അവിടെ ഇവിടെ തൊടാതെ നിൽപ്പുണ്ട്. ചിലർ കോംബോ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ഇനി സീസണിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൽ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പറ്റി എടുത്ത് പറയേണ്ട കണ്ടസ്റ്റൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ BJ പാറു, നമ്മുടെ വാട്ടർമെലൻ സ്റ്റാർ ദിവാകർ, അങ്ങനെ ഇവരാണ് ഇപ്പൊ ഇവിടെ അവിടെ കണ്ടന്റ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ മറ്റേ പ്രവീൺ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, FJ, ഇവരൊക്കെ ഇത്തിരി കണ്ടന്റ് സ്ക്രീൻ സ്പേസ് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബഹളവും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെയും ചില കണ്ടസ്റ്റൻസ് ഒക്കെ ആക്റ്റീവായി വരുന്നവരുണ്ട്. ചിലർ ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ട് ഇടുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇനിയുള്ള ഈ ആഴ്ച എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു വ്ളോഗിനെ പറ്റി റിവ്യൂ പറയാനുള്ളത്. കണ്ടസ്റ്റൻസിനെ പറ്റി വലിയ ഇമ്പാക്റ്റ് ഇംപ്രഷൻസ് ഒന്നും ഇല്ല. ബട്ട് സീസൺ അടിപൊളിയാണ്. സീസൺ ഒന്നുമേ പുരിയില്ലേ എന്നാണ് സീസണിന്റെ ടാഗ് ലൈൻ. അപ്പൊ അതുമായിട്ട് തന്നെയാണ് ആ ഒരു ഇതിൽ തന്നെയാണ് ആ സീസൺ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ സീസൺ പോകുന്നതെന്ന്. ഈ ഒരു ആഴ്ച എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. സെക്കൻഡ് വീക്ക് എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. ആരായിരിക്കും എവിക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ.